ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ, ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നോട് നല്ല എതിർപ്പും വിയോജിപ്പും ഉണ്ടായിരിക്കും. ഈ ഒരു പയ്യനെ കൊന്നത്, അഥവാ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യനെ കൊന്നത് ഒരാളാണോ? ഈ പറയുന്ന ഒരു പ്രതിയുടെ പേര്, ഒരു പയ്യൻ്റെ പേര് പറയുന്നു, അയാൾ മാത്രമാണോ കൊന്നത്? ഞാൻ പറയും അല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ നീതിന്യായ സംവിധാനവും ഇവിടുത്തെ എന്താ പറയുക, ഈ സമൂഹവും മാധ്യമങ്ങളും നിങ്ങളും ഞാനും എല്ലാവരും അടങ്ങുന്ന ഈ സമൂഹവും കൂടെ ചേർന്നാണ് ആ കുട്ടിയെ കൊലയ്ക്ക് കൊടുത്തത്. പറയുമ്പോൾ ഭയങ്കരമായിട്ട് വലിയ ഡയലോഗ് വായ്ത്താളം അടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ചാനലിനകത്ത് നിന്ന് ഉണ്ടാക്കി, യൂട്യൂബ് ചാനലിനകത്ത് നിന്ന് വലിയ ഇമോഷൻസ് എടുത്ത് വിടുന്നതല്ലടാ എന്ന് ചോദിച്ചാൽ എങ്ങനെ വേണോ കാണാം. ബിക്കോസ് ഐ എം എ ഫാദർ. 2 കുട്ടികളുടെ അച്ഛനാണ് ഞാൻ. എൻ്റെ ഈ സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ വളർന്നു വരുന്ന 2 മക്കളും ഈ സമൂഹത്തിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നെന്നുള്ളൊരു ഗതികേടിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അത് ഒരു അച്ഛന് മാത്രം മനസ്സിലാവുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് മാത്രം, അല്ലെങ്കിൽ പാരൻസിന് മാത്രം മനസ്സിലാവുന്ന കാര്യം. അതല്ലാത്തവർക്ക് അത് മനസ്സിലാവത്തില്ല. ഇവിടെ വലിയ വലിയ ഡയലോഗുകൾ അടിക്കുകയും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് വലിയ വർത്തമാനങ്ങളൊക്കെ ചാനലുകളൊക്കെ തുറന്നു വെച്ചിട്ട് ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസിന് ഇപ്പോൾ കാണാം, അരയും തലയും കച്ചയും മുറുക്കി ഉടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ മാധ്യമ പ്രവർത്തകർ പടകളായിട്ട് ഇങ്ങോട്ട് നോക്കി. കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ വ്യാപക റെയ്ഡുമായി പോലീസ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവണം, ആ സമയം മുതൽ നമ്മൾ പിന്നെ അങ്ങോട്ട് റെയ്ഡ് ചെയ്യും. നമ്മൾ ആ നിമിഷം മുതൽ എല്ലാവരെയും പിടിച്ചകത്തിടും. ആ നിമിഷം മുതൽ ഇനി ഒരാൾക്കും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ ഈ ചർച്ച നടക്കുന്ന 2-3 ദിവസം വരെ നമ്മൾ വ്യാപക റെയ്ഡ് നടത്തും, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തും. ഞാൻ ചോദിക്കട്ടെ, ഈ റെയ്ഡുകളൊക്കെ ഓരോ രക്തസാക്ഷികളും അല്ലെങ്കിൽ ഒരുപാട് കൊലപാതകികളെയും സൃഷ്ടിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണോ, അതോ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു? നമ്മുടെ ഈ നാടിനെ 100% ലിറ്ററസി സാറെന്നൊക്കെ പറഞ്ഞ് ബിയർ വൈസപ്സും മറ്റേ പാജിയൊക്കെ നമ്മളെ കളിയാക്കിയ സമയത്ത് നമ്മുടെ രോഷം വല്ലാത്ത രോഷമായിരുന്നു. ഇന്ന് ആ രോഷം എവിടെ പോയി? നമ്മൾ അർഹിക്കുന്നുണ്ടോ ആ 100% ലിറ്ററസി റേറ്റ്? ഇവിടെ എത്രയോ കൊടൂരമായ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു കേരളം. ഈ കേരളം നമ്പർ 1 ആണെന്ന് നമ്മൾ സ്വയം അവകാശപ്പെട്ട് നമ്മളെക്കുറിച്ച് ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മൾ അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഈവൻ ഞാനടക്കം വിളിച്ചു. പക്ഷെ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, നമ്മളും കണ്ണാടി നോക്കാൻ സമയമായില്ലേ? എവിടെയായി നമ്മുടെ കുട്ടികൾ പഠിച്ച് വളരുന്നത്? ലിറ്ററസി റേറ്റ് എന്നുള്ള സാധനം കുറച്ച് കാലത്തിൻ്റെ പിന്നിൽ നിന്നും ഇങ്ങോട്ട് എടുത്തിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യം, എല്ലാ ലിറ്ററസിയും ഉണ്ടെന്ന് പറയുന്നത് ഈ നാട്ടിൽ വളരുന്ന കുട്ടികൾ സാമൂഹിക ദ്രോഹികളായിട്ടും സമൂഹത്തിന് ഉന്മൂലനാശനം വരുന്ന കളകളായിട്ടും മാറുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടേ? ഡിബേറ്റുകൾ വേണ്ടേ? മറ്റവൻ മുണ്ടുപൊക്കി കാണിച്ചു, ഇവൻ അഴിമതി കാണിച്ചു, ഇവൻ പാലത്തിൻ്റെ പണിയിൽ നിന്ന് പൈസ കൊണ്ടുപോയി ജനങ്ങളുടെ ഖജനാവിൽ നിന്നും കൈയിട്ട് വാരിക്കൊണ്ടു പോകണം, ഇവനൊക്കെ എങ്ങനെ തിന്നു ഒഴുകട്ടെ എന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം, നിയമ നടപടികൾ ഉണ്ടാവട്ടെ. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്ത തലമുറ അവരെ വാർത്തെടുക്കുന്നതിനകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ സ്കൂളുകളാണ്. അതിന് അനുഭവസ്ഥനാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും. നമ്മുടെ സ്കൂളുകളിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ഇമ്പോർട്ടൻസ് ആണ് അവിടുത്തെ അധ്യാപകരോ മറ്റുള്ള ആൾക്കാരോ കാണിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടായിരിക്കും. മുൻകാല വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ചും ഇന്നത്തെ സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് നേരിട്ട് അളന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനകത്ത് അധ്യാപകർക്ക് പണ്ടത്തെ അധ്യാപകരോളം അത്രത്തോളം ഒരു ഇത് കരുതലും മറ്റുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എല്ലാവരെയും കാറടച്ച് വെടിവെക്കുന്നത്. കാരണം പല അധ്യാപകർക്കും ഇത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാകും. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെയും പറയുകയാണ്. ഒരു കുട്ടി അല്പം പഠിക്കാൻ പിന്നോക്കമായി കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഇച്ചിരി അക്രമവാസന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ശകാരിച്ച് അതിനെ മാനസികമായിട്ട് പീഡനം ഏൽപ്പിക്കുന്നതിലും അധ്യാപകർക്ക് നല്ല പങ്കുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ അധ്യാപകരോടൊക്കെ ഒരു ബഹുമാന സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ അധ്യാപനം സിസ്റ്റം മാറി, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും മാറിയതുകൊണ്ട് എന്താ പറയുക, മൊത്തത്തിൽ കുട്ടികൾക്ക് അധ്യാപകരോട് ഒരു ബന്ധമില്ല, അവർക്കൊന്നുമില്ല. നമുക്കൊക്കെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ മാതാപിതാ ഗുരു എന്ന് പറയുന്നില്ല, അത് അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു അധ്യാപകരോടുള്ള ഒരു സ്നേഹം, മമത, ആ ഒരു സംഭവം ഉണ്ടോ? അധ്യാപകർക്ക് കുട്ടികളോടുണ്ടോ? പഠിപ്പിക്കുന്നു, പൈസ വാങ്ങുന്നു, അവർ പോകുന്നു. എല്ലാവരുമല്ല, ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവരെയും അല്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ സൃഷ്ടിക്കുന്നതിനകത്ത് അധ്യാപകർക്കും സ്കൂളിനും പങ്കുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ മാതാപിതാ, അച്ഛനും അമ്മയ്ക്കും പങ്കുണ്ട്. ഒരു കുട്ടി അവൻ്റെ വഴിതെറ്റി, ഇപ്പം ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ കുട്ടി നഞ്ചൊക്കെ വെച്ച് തലക്കടിച്ചിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടത്. എത്ര ഗുരുതരമായിട്ട് തലയോട്ടി ചുമ്മാ ഒന്നും പൊട്ടത്തൊന്നുമില്ല, അങ്ങനെ പൊട്ടുന്ന സാധനമൊന്നുമല്ല നമ്മുടെ ഈ തലയോട്ടി. ആ സാധനം അടിച്ചു പൊട്ടിക്കണമെങ്കിൽ അത്രത്തോളം ഗുരുതരമായ ഒരു അടി കിട്ടണം. ഈ നഞ്ചക്ക് എന്നുള്ള സാധനം, അത് എന്താണ്, ഈ കരാട്ട, കുങ്ഫു ഇങ്ങനെയൊക്കെയുള്ള സാധനം പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഈ RDX സിനിമയിലൊക്കെ കാണുന്നു, ഇപ്പോൾ ഒരുപാട് ചർച്ച വരുന്നു, സിനിമയൊക്കെ കണ്ടിട്ട് സംഭവം ഇൻഫ്ലുവൻസർ ആണെന്ന്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, ബട്ട്
സിനിമ മാത്രമല്ല ഇതിന് കാരണം. സിനിമ മാത്രമാണ് കാരണമെങ്കിൽ ഈ സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് മോശം സിനിമകളല്ല, ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന നല്ല സിനിമകളാണ്. ആ നല്ല സിനിമകളിൽ ഹിറ്റായി 100 crores നേടിയ സിനിമകൾ അടക്കമുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, ഇതുപോലുള്ള 100 കണക്കിന് സിനിമകളുണ്ട്. നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമകളുണ്ട്. എന്തേ നമ്മുടെ സമൂഹം മൊത്തം അങ്ങോട്ട് നന്നാവാത്തെ? ആ സിനിമകൾ കോടികൾ കളക്ഷൻ നേടി ഒരുപാട് ആൾക്കാർ കണ്ടതല്ലേ? എന്തേ ആ സിനിമകൾ കണ്ടിട്ട് ആൾക്കാർ നന്നാവാത്തെ? സ്പിരിറ്റ് എന്നുള്ള സിനിമ ഇറങ്ങി വിജയിച്ചത് ഈ നാട്ടിലല്ലേ? എന്തേ സ്പിരിറ്റ് എന്നുള്ള സിനിമ, മോഹൻലാലിൻ്റെ ആ സിനിമ കണ്ടിട്ട് നമ്മുടെ എന്താ പറയുക, ആ പുള്ളിക്കാരൻ ചോര ഛർദ്ദിച്ച് മരിക്കുന്നത് കണ്ടിട്ട് എന്താ ഇവിടുത്തെ ആൾക്കാർ മദ്യപാനം നിർത്തിയില്ല? എത്രയോ നല്ല മെസ്സേജ് കൊടുക്കുന്ന എത്രയോ നല്ല സിനിമകളൊന്നും, സമൂഹത്തിനെ മൊത്തത്തിൽ മാറ്റം വരുത്തുന്ന സിനിമകളൊന്നും എന്തേ അത് കണ്ടിട്ട് ആൾക്കാർ നന്നായിട്ടില്ല? അപ്പോൾ പിന്നെ മോശം കാര്യങ്ങളെ കൂടുതൽ ചിലപ്പം എടുക്കുമായിരിക്കാം. എന്നാൽ ഇവിടെ മലയാള സിനിമയിൽ മാത്രമല്ല, മാർക്കോ സിനിമ ഞാൻ ന്യായീകരിക്കുന്നില്ല, ഒരിക്കലുമില്ല. ചില സിനിമകൾ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും, ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ സിനിമയെക്കാട്ടിലും വലിയ ബ്ലഡ് ഷെഡും ഇങ്ങനെയൊക്കെയുള്ള ക്രൈം സെറ്റപ്പുകളും കാണിക്കുന്ന സിനിമകളുണ്ട്. ദൃശ്യം മോഡൽ കൊലപാതകം നടന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ മാധ്യമങ്ങൾ തന്നെയാണ്. ഇതേ മാധ്യമങ്ങൾ തന്നെ ചില സമയങ്ങളിൽ ഇതിനെ ന്യായീകരിച്ചും തള്ളിപ്പറഞ്ഞൊക്കെ വരും. അത് ഞാൻ പറഞ്ഞ്, നമ്മുടെ ഒന്ന് അധ്യാപകർ കുട്ടികളോട് പെരുമാറുന്ന രീതിയിൽ കുട്ടികളുടെ മാറ്റം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അധ്യാപകർ ആ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് വരുന്നൊരു പാഠ്യപദ്ധതി, വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സ്കൂൾ സിലബസുകളിൽ വന്ന് കുട്ടികളെ ഈ തലച്ചോറിൽ കയറ്റി വയ്ക്കുന്ന വിഷത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ചെയ്യണം, മാറ്റം വരുത്തണം. 2, ഈ മാതാപിതാക്കൾ, നിങ്ങളുടെ കുട്ടി ഏറ്റവും വലുതാണ് നിങ്ങൾ ചിന്തിക്കും, എങ്കിലും നമ്മുടെ കുട്ടി ഒരു സംശയത്തിൻ്റെ നിഴലിൽ സംശയ കണ്ണോടുകൂടി നമ്മുടെ കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ? ഇവിടെ ആ കൊലവിളി നടത്തുന്ന ഇവൻ വലിയ ന്യായീകരണമായിട്ടൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്തും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ പറയുന്ന വോയിസിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേക്ക് പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ട. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഗുരുതരമായിട്ട് മാറി അതിന് അവസാനം കൊലപ്പെടുത്തുന്ന രീതിയിൽ കൊല്ലുമെന്നുള്ള കാര്യം വെല്ലുവിളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ പരിപാടിയില്ല. സാറൊരു കമ്പ് കൊണ്ടുവരുന്നു, നമ്മുടെ സ്കൂൾ ക്ലാസ്സിനകത്ത് കയറുന്നു. ഇന്നത്തെ സംഭവം സാറ് വന്നാലും സാറ് പോയാലും നമുക്കൊരു വിഷയമില്ല എന്നുള്ള പിള്ളേർക്ക് അധ്യാപകരോടൊന്നും ഒരു പുല്ല റെസ്പെക്റ്റും ഇല്ല. കാരണം നമ്മുടെ പാഠ്യപദ്ധതി സമ്പ്രദായങ്ങൾ എല്ലാം മാറി, അതിനിടയിൽ കൂടെ പുരോഗമനം. നമ്മുടെ നാട്ടിനെ സത്യം പറഞ്ഞാലോ മറ്റൊരു തരത്തിലെങ്കിലും കാർന്ന് തിന്നാൻ സാധ്യതയുള്ളതാണെങ്കിലും പുരോഗമനം എന്ന പേരിൽ കുറേ ജൽപ്പനങ്ങൾ അടിച്ചുവിടുന്ന ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയക്കകത്തൊക്കെ വന്നിരുന്ന് വലിയ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അവർ വലിയ രീതിയിൽ നമ്മുടെ യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയും. അതിനെ തെറ്റായ രീതിയിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ആ രീതിക്ക് പോലും ആവത്തില്ല. അവർ എങ്ങനെയെങ്കിലും ഇവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞ് പുറപ്പെടുവിക്കുന്ന ജൽപ്പനങ്ങൾ അതേപോലെ ഏറ്റെടുത്ത കുട്ടികൾ, ഒരു തലമുറ ഇന്ന് മറ്റ് പലതരത്തിലുള്ള ഡ്രഗ്സ്, മറ്റേ കഞ്ചാവ്, സ്വാതന്ത്ര്യം നേടുക, സ്വയം പറക്കുക എന്നുള്ളതിൻ്റെ ഇത് ഭാഗമായിട്ട് അവരതിൻ്റെ പുറകെ അങ്ങ് പോവുക. നിങ്ങൾ നോക്കണം, നമ്മുടെ കാലഘട്ടം അടുത്ത തലമുറയാണ്. ആ തലമുറയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി ബാക്കി 5 വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ റെയ്ഡ്. ദീപക് ധർമ്മടം, രാഹുൽ സുരേഷ് താമരശ്ശേരിയിൽ നിന്ന് ചെയ്യുന്നു. ദീപക്, ഇപ്പം 4 സംഘങ്ങളായിട്ടൊക്കെ തിരിയുന്ന പോലീസിനെ കുറിച്ചും ഇനി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് കേൾക്കാം. എത്ര ദിവസം ഇതിന് എത്ര ദിവസം ആയുസുണ്ട്? ഈ നിങ്ങൾ ഞാനും അടക്കം കേൾക്കുന്ന ഈ ഒരു വിഷയം, ഷഹബാസിൻ്റെ ഈ കൊലപാതകം അടക്കം ഇനി എത്ര ദിവസം ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകും? നിങ്ങൾ പറ. അടുത്ത ഒരു വിഷയം ഇതുപോലെ ഉണ്ടാവുന്നത് വരെ മാത്രം. അപ്പം ചിന്തിക്കേണ്ടത് സമൂഹത്തിൽപ്പെടുന്ന പാരൻസാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ മക്കളെ വ്യക്തമായി നോട്ട് ചെയ്യുക. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവർ നിങ്ങളോട് ദേഷ്യം കാണിച്ചും സമൂഹത്തിനോട് ദേഷ്യം കാണിച്ചും അക്രമാസക്തമാകുന്ന രീതിയിലേക്കുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുക. അവർക്ക് എന്തെങ്കിലും ഡ്രഗ്സിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഉള്ളൊരു ചായ്വുണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്തും അവരതിൽ നിന്ന് മാറ്റാനുള്ള പരിപാടികൾ ചെയ്യുക. ഇതൊന്നും സ്കൂളുകളിലില്ല. സ്കൂളുകളിൽ വിദ്യാഭ്യാസം എന്നുള്ള സംഭവം പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്ന അധ്യാപകർ വന്ന് എന്താണ് ഈ ഓരോ അധ്യയന വർഷത്തിനകത്തും ഓരോ ക്ലാസ് മുറികൾക്കകത്തിരുന്നുകൊണ്ട് പേജുകൾ മറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചത് പേജുകൾ മറിച്ച് പഠിക്കുന്നതിനപ്പുറം ജീവിതമായിരുന്നു. നമ്മളെ പഠിപ്പിച്ചത് ജീവിതമായിരുന്നു. നമ്മുടെ മുമ്പിൽ നിന്ന് ഓരോ അധ്യാപകരും ഓരോ ജീവിതങ്ങളായിരുന്നു. അവരെ കണ്ടുകൊണ്ട്, അവരെ മാതൃകാപരമായിട്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇൻസ്പിറേഷനിലാവുന്നവരായിരുന്നു. ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണമില്ല എങ്കിൽ ഭക്ഷണം മാറ്റി തരുന്നവരായിരുന്നു. ഞങ്ങൾക്ക് ഉടുതുണിയോ അല്ലെങ്കിൽ യൂണിഫോം ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് അത് വാങ്ങി തരുന്നവരായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകാനോ പൈസ ഇല്ലെങ്കിൽ അതുവരെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന ആരും അറിയാതെ നമ്മളെ സഹായിക്കുന്നവരായിരുന്നു. മീൻസ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കുട്ടികൾക്ക് സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ പോലും ആ കുട്ടികളുടെ വളർച്ചയിൽ, അതായത് ഒരു കുഞ്ഞ് ചെടി വളർന്നു വരുന്നത് പോലെ അത് കുഞ്ഞിനെ മുരടിക്കുന്നോ അതിന് വേണ്ട വളവും അതോടൊപ്പം തന്നെ വെള്ളവും അതോടൊപ്പം തന്നെ അതിന് കീടാണുക്കളൊന്നും വരുത്താത്ത രീതിയിലുള്ള പ്രതിരോധ പരിപാടികളെല്ലാം ചെയ്യേണ്ടത് അധ്യാപകരുടെയും കൂടെ ധർമ്മമാണ്. അവർ പാഠ്യപദ്ധതിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. കുട്ടികളോടുള്ള ഒരു മനോഭാവം കുട്ടികൾ അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. കുട്ടികൾ മര്യാദാപരമായിട്ടുള്ള കാര്യങ്ങൾ വളർത്തേണ്ടത്, ശിക്ഷണം കൊടുക്കേണ്ടത് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ, അതിനുശേഷമുള്ള കാര്യങ്ങൾ, സ്കൂളിനകത്തുള്ള കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത്
അധ്യാപകരും വീട്ടുകാരും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിൻ്റെ സംഭവം കൂടിയാണ് ഈ അധ്യാപക. അതോടൊപ്പം തന്നെ വീട്ടുകാർ അഥവാ ഫാമിലി ഇതൊക്കെ കൂടെ ചേർന്നുകൊണ്ട് നശിപ്പിക്കുന്നത് തന്നെയാണ് നമ്മുടെ തലമുറ. പാഠ്യപദ്ധതി എസ്പെഷ്യലി ഇപ്പം ഭയങ്കരമായിട്ട് പാരൻറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കും. പാരൻസ് അങ്ങനെ ചെയ്യരുത്, പാരൻസ് ഇങ്ങനെ ചെയ്യരുത്. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. ഇനി മോഡേൺ പാരൻറ്റിങ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്ത് തന്നെ വന്നിരുന്നാലും ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി വേട്ടയാടുക എന്നല്ല. ഒരു വേട്ടക്കാരനാവരുത് ഒരിക്കലും അച്ഛനമ്മമാർ. പക്ഷേ നിങ്ങൾ മറ്റുള്ള എല്ലാ മൃഗങ്ങളിലേക്ക് നോക്കുക. അവരെ ആ ഒരു പ്രായത്തിൽ ശിക്ഷണം നടത്തേണ്ടത് പറക്കാറാവുന്ന സമയത്ത് പറത്തി വിടുക തന്നെ ചെയ്യും അവർ. എന്നാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളും അവരെന്തെല്ലാം ചെയ്യരുതെന്നുള്ള കാര്യം അരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കെൽപ്പും നട്ടലും ഒക്കെ വേണം. കുട്ടികൾ എന്ത് ചെയ്തിരുന്നാലും അവരത് ചെയ്തോട്ടെ, അവർ കുഞ്ഞുങ്ങളല്ലേ എന്ന് പറയരുത്. നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടില്ല എങ്കിൽ നാളെ കൈവിട്ട് പോകും. നമ്മുടെ കൈവിട്ട് പോയാലും കുഴപ്പമില്ല, കണ്ടവൻ്റെ തലയിൽ ചെന്ന് കയറും. അത് ഇതുപോലത്തെ അവസ്ഥ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. ഈ സമൂഹം പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ വളരെ അരക്ഷിതാവസ്ഥപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചാനൽ 4കളിൽ എല്ലാവർക്കും ഇതൊരു ഡിസ്കഷൻ ആ ഒരു സംഭവം മാത്രമാണ്. എന്താണ് പറ്റിയതെന്ന് അവിടെ നിന്ന് ചോദിക്കുക, അതാണ് പറ്റിയത് ഇവിടെ നിന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പറഞ്ഞ് തിരഞ്ഞൊക്കെ പോകും. അവരെ സംബന്ധിച്ച് ഇതൊരു സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് മാത്രമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്യൂച്ചറാണ്, നമ്മുടെ അടുത്ത തലമുറയാണ്. ഈ തലമുറ മാറ്റത്തിന് വേണ്ടിയിട്ട്, ഈ തലമുറയെ നന്നായിട്ട് പക്വമായ രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാഠ്യപദ്ധതിയും അതിനുള്ള സമ്പ്രദായം കുട്ടികൾക്ക് പഠിത്തത്തിനൊപ്പം തന്നെ അവർക്ക് എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ എന്താണ് മദ്യം, മയക്കുമരുന്ന്, അതിനെ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ നമ്മുടെ എമ്പതി എന്നുള്ളൊരു കാര്യം, എമ്പതി എവിടെ, നമുക്ക് എങ്ങനെയാണ് സഹാനുഭൂതി, കരുണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും? നമുക്ക് പാഠ്യപദ്ധതികളില്ല, സമൂഹവുമായിട്ട് കുട്ടികൾക്ക് ബന്ധമില്ല. വീടുകളിൽ നാനോ കുടുംബങ്ങളായിട്ട് മാറി വീട്ടിൻ്റെ അകത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫോണും പിടിച്ച് കുത്തിയിരിക്കുന്ന അച്ഛനമ്മമാർക്കൊപ്പം വളരുന്ന കുട്ടിക്ക് എവിടെയാണ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാവുക? സമൂഹമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് മാഫിയകളെല്ലാം ഈ സ്കൂളുകളും മറ്റുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കുട്ടികൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരുടെ തലച്ചോറിനകത്തുള്ള ഈ മാരകമായിട്ടുള്ള കൊടിയ വിഷങ്ങൾ കുത്തിവെക്കാൻ വേണ്ടി കാത്തിരിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏജന്റുമാരെ ഏർപ്പാടാക്കുകയും അത് അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇന്ന് പണ്ടൊക്കെ ഈ MDMA എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെ കേൾക്കുമെങ്കിൽ ഇന്ന് ഇത് വ്യാപകമായിട്ട് കേൾക്കുകയില്ലേ? ഇതിൻ്റെ ഈ ഒരു വരവും പോക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരുകളൊക്കെ എന്ത് സർക്കാരുകളാണ്? നമ്മുടെ നാട്ടിൽ ഈ സാധനം അവൈലബിൾ ആണോ? അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെന്റുകൾക്കില്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു കുടുംബത്തിനെ മൊത്തത്തിൽ ഒരുത്തൻ കൊന്നത്. അവൻ്റെ ഉള്ളിൽ ലഹരിയായിരുന്നു. ഈ ലഹരി എവിടെ നിന്നാണ്? മദ്യം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പലരും പറയും മദ്യം നിർത്തണം, മദ്യം നിർത്തിയല്ല. ഞാൻ സത്യം പറയാം, മദ്യം നിർത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന അരക്ഷിതാവസ്ഥയുടെ ഇരട്ടി അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും. അതങ്ങനെയാണ്. പക്ഷേ അതുപോലെയല്ല മറ്റ് പല കാര്യങ്ങളും ആൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു പോകുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു കാര്യമാണ്, ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടൊരു അവിടുത്തെ ഫാർമസിസ്റ്റിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുളിക ചോദിക്കുകയാണ്. എന്തിന്? ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം സെഡേഷൻ ഉണ്ടാകും. ആ സെഡേഷൻ്റെ സംഭവം ആസ്വദിക്കുക, ഒന്നിന് പകരം ഒന്നിലധികം കഴിക്കുന്നു. കുട്ടികൾ പോകുന്നതാ. അവർക്കിപ്പോൾ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ AI ഉണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരെണ്ണം തെറ്റായി വളർന്നു വരുന്ന അത് മതി, ബാക്കിയുള്ള എല്ലാത്തിനും നശിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹം മൊത്തം ഇതിനെ ഈ ഒരു ഷഹബാസ് എന്നുള്ളൊരു കുട്ടിയുടെ ആണെങ്കിലും ആ കുടുംബം ഒരിടത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് മാറിക്കൊണ്ടാവരുത് നമ്മുടെ ഒരു ചർച്ചകളും. ഇവിടെ ചർച്ചകൾ സംസാരിക്കും, അടുത്ത വിഷയം വരുന്ന സമയത്ത് അത് മാറിപ്പോവും, പലതും ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോവും. പക്ഷെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഡ്രഗ്സ്, 2 ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പിന്നെ നമ്മുടെ ലൈഫ് ലെസൺസിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടത്, സർവൈവൽ സ്കിൽസ്. എവിടെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്ന് നീന്താനൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, എങ്ങനെ നാച്ചുറൽ കലാമിറ്റി തടയാമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വീട്ടിൽ പെട്ടെന്ന് വന്നു, അല്ല അവന് തന്നെ വന്നു, അല്ല അവർക്ക് തന്നെ വന്നു, അതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള കാര്യത്തിൻ്റെ മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങളോ പഠിപ്പിക്കുന്നുണ്ടോ? എവിടെ പഠിപ്പിക്കുന്നു? ഇതൊക്കെ എവിടെ ഉണ്ട്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേർ? 100% ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ അകത്ത് എവിടെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉള്ളത്? ഓരോ സമയത്ത് ഓരോ ആൾക്കാർ ഇങ്ങനെ മരണപ്പെടുമ്പോൾ മാത്രം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച, ആ ചർച്ചയ്ക്കകത്ത് കുറേ അധികം ആൾക്കാരുടെ കണ്ണുനീർ എന്ന സംഭവങ്ങൾ നഷ്ടപ്പെട്ടവന് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. വേദനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ വീണ്ടും വലിയ കഥയും ഡയലോഗൊക്കെ നിർത്തണം. നമുക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള സൊല്യൂഷനാണ്. അത് അടുത്ത തലമുറ എങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള കാര്യം ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന നാട് നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിനെ പോലെ ഇങ്ങനെയുള്ള കാര്യത്തിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാട് വേറെ കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ളൊരു കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണം. അതോടൊപ്പം തന്നെ വീട്ടിലെ സ്വന്തം കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ മറ്റത് മറിച്ചത് എല്ലാം മാറ്റി വെച്ച് കുട്ടികളോടൊപ്പം കുറേ അധികം ചെലവഴിക്കണം. അവരെ കളിക്കാനും അവരെ സാമൂഹിക ജീവികളായിട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് സോഷ്യലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളും
സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതല്ലാത്തടത്തോളം കാലം അവൻ്റെ ഒറ്റ ജീവിതത്തിലേക്ക് നിന്ന് അവനിലേക്ക് മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ അവളിലേക്ക് മാത്രം ഒതുങ്ങി, അവർക്ക് ഏറ്റവും വലിയ ലഹരികൾ എന്നുള്ള രീതിയിൽ വീട്ടുകാരും ഇല്ലാത്തത് കൊണ്ട് അവർ മറ്റ് പല വഴികളും തേടും, സാമൂഹിക വിപത്തുകളായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ കടയ്ക്കൽ കത്തിവെക്കുന്ന പരിപാടി ഒഴിവാക്കി നമ്മളെല്ലാവരും ഇറങ്ങി ഈ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അതിന് ഗവൺമെൻറ്റുകളും നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാവരും, ഈ ഒരു കുട്ടിയെന്നല്ല ഇനി ആര് സംഭവിച്ചാലും അവർക്കും ഉത്തരവാദികളായിട്ട് നമ്മളും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ്. ഇതാണ് സംഭവം. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും വലിയ വാചാലനായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിന് മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഇനി എന്നെ തെറി വിളിക്കണോ അതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്.